നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ സമരത്തിനൊരുങ്ങുന്നു. സെക്രട്ടറി നിയമനം ഇനിയും വൈകിയാൽ പഞ്ചായത്തിന് മുന്നിലും പിന്നീട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലും കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് പ്രസിഡന്റ് പ്രഭിത ജയൻ പറഞ്ഞു. 3 മാസമായി പഞ്ചായത്തിൽ സ്ഥിരം സെക്രട്ടറിയില്ല. മേലാർകോട് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അധിക ചുമതല. ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് പഞ്ചായത്തിലെത്തുന്നത്. 13-ന് ചാർജ് ഒഴിയും. സ്ഥിരം സെക്രട്ടറിയുടെ അഭാവത്തിൽ ദർഹാസ് നടപടികളൊന്നും പൂർത്തിയാക്കാനാകുന്നില്ലെന്ന് അക്കൗണ്ടന്റ് ഷീബ പറഞ്ഞു. സ്ഥിരമായി സെക്രട്ടറി ഇല്ലാത്തത് ജനങ്ങളെപ്പോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്നു പോകുന്നില്ല. എസും ജെഎസും ഉണ്ട്. ജെഎസ് അവർക്കും പരിമിതികളുണ്ട്. സെക്രട്ടറി ഒപ്പിടേണ്ട കാര്യത്തിന് സെക്രട്ടറി തന്നെ വേണമല്ലോ. അത് ഒരുപാട് വൈകുന്നുണ്ട് ചെക്കൊക്കെ ഒപ്പിടാനും. ഇപ്പോഴത്തെ സെക്രട്ടറി മേലാർകോട് സെക്രട്ടറിക്ക് ചാർജാണ്. അദ്ദേഹം പരമാവധി ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഡി എസ് ആക്കാൻ ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിനെ ഡി എസ് പറ്റുള്ളൂ. ഇപ്പോൾ ചാർജുള്ള പഞ്ചായത്തിൽ ഡി എസ് വർക്ക് ചെയ്യില്ല എന്നാണ് പറയണത്. നാഥനില്ലാത്ത കളരി പോലെയാണ്. തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, വക്കാവലി മാലിന്യം നീക്കൽ തുടങ്ങിയ പദ്ധതികളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങളായി. 10 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും അംഗീകാരം ലഭിക്കാത്ത അവസ്ഥയിലാണ്. നിരവധി പദ്ധതികൾ സാങ്കേതിക അംഗീകാരമില്ലാതെ കിടക്കുകയാണ്. താൽക്കാലിക സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ് നിലവിലെ പ്രശ്നം. നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാതെ കുറേ നാളുകളായി. ഇത് നമുക്കൊരു സ്ഥിരം ആയിട്ടൊരു സെക്രട്ടറി ഇല്ലാതെ ഇരിക്കുന്നത് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് ബാധിക്കുന്നുണ്ട്. നിലവിൽ ജനങ്ങളാണ് കൂടുതലും ഇതിൽ ബലിയാടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് മാസത്തിനുള്ളിൽ തീർക്കേണ്ട എല്ലാ പദ്ധതികളും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം വരികയും ഇത്രയും വലിയ പഞ്ചായത്തിൽ ഒരു സെക്രട്ടറി ഇല്ലാത്തത് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഫണ്ടുകളെല്ലാം ലാപ്സായി പോവേണ്ട ഒരവസ്ഥയിലാണ്. ഇതിനെ തുടർന്നിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സമരത്തിന് വേണ്ടി നിൽക്കുന്നത് തന്നെ. എനിക്ക് ഇവിടെ ഒരു സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസിൽ ഒരു ഓഫീസറും വരുന്നത് വരെ ഞാൻ സമരത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. എന്തെന്ന് വെച്ചാൽ ഒരു ജനങ്ങൾക്കൊരു സേവനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 6-7 മാസമായിട്ടും ഇങ്ങനെ ഒരു സേവനം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയേണ്ടടുത്തെല്ലാം ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു സ്ഥിര നിയമനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു പോംവഴി കാണുന്നില്ല. എനിക്കൊരു സെക്രട്ടറിയും അതുപോലെ തന്നെ കൃഷി ഓഫീസറും വരുന്നത് വരെ ഞാൻ സമരത്തിന് മുന്നോട്ടായിട്ട് പോവുകയാണ്. പ്രശ്നം വ്യക്തിഗത ആനുകൂല്യങ്ങളെയും ബാധിച്ചു. കാർഷിക മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളും മുടങ്ങി. 20 വാർഡുകളുള്ള നെന്മാറയിൽ സ്ഥിരമായി കൃഷി ഓഫീസറുമില്ല. UTV ന്യൂസ്, പാലക്കാട്.